അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഖുർആൻ ഓതുന്നതിൻ്റെ മര്യാദകളെക്കുറിച്ചാണ് നമ്മൾ തജ്വീദിൻ്റെ വിഷയത്തിൽ നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ ഖുർആൻ ഓതുന്ന എല്ലാ ആളുകളും അതിൻ്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് ഓതിയെങ്കിൽ മാത്രമേ അത് നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. അല്ലാത്ത പക്ഷം അത് കുറ്റകരമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെറുതെ വടി കൊടുത്ത് അടി വാങ്ങുന്നത് പോലെ ഖുർആൻ ഓതിക്കൊണ്ട് കുറ്റം വാങ്ങുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവരുത്. അപ്പോൾ ഖുർആനിൻ്റെ മര്യാദകൾ ഈ 4ാം ക്ലാസ്സിലെ പുസ്തകം പാഠം 1-ലാണിത് പറയുന്നത്. എല്ലാവരും ഖുർആൻ ഓതുന്ന എല്ലാവരും ഇത് കേട്ട് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ആദാബു തിലാവത്തി, ഖുർആൻ ഓതുന്നതിൻ്റെ മര്യാദകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. ഖുർആൻ പാരായണം ചെയ്യൽ മഹത്തായ ഇബാദത്താണ്. ഖുർആൻ ഓതുന്നവരും ഓതുന്ന സ്ഥലവും അനുഗ്രഹീതമാണ് എന്ന് പറഞ്ഞ് നമ്മളെ വീട്ടിലൊക്കെ ഓതുമ്പോൾ ആ വീടുകളൊക്കെ നല്ല അള്ളാഹിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം ആ വീട്ടിലുണ്ട്. ഓതുന്ന ആൾക്കുണ്ട്, ഓതുന്ന സ്ഥലത്തിനും ആ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് വീടുകളിലൊക്കെ ഖുർആൻ ഓതൽ നമ്മൾ പതിവാക്കണം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഖുർആൻ ഓതുമ്പോൾ പാരായണത്തിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചിരിക്കണം. നിയമങ്ങൾ പാലിക്കാതെയുള്ള പാരായണം കുറ്റകരമാണ്. അപ്പോൾ നമ്മൾ നിയമം പാലിക്കാതെ ഓതുകയാണെങ്കിൽ കൂലിയുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അത് കുറ്റം കൂടി കിട്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഖുർആൻ ഓതേണ്ടത്. റുബ്ബ ഖാരിയിൽ ഖുർആനി വൽ ഖുർആനു യൽഅനുഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ധാരാളം ഓത്തുകാരുണ്ട്, പക്ഷേ അവരെ ഖുർആൻ ശപിച്ചിരിക്കുന്നു. അപ്പോൾ ഖുർആനിൻ്റെ നിയമങ്ങൾ പാലിക്കാതെ ഓതിയാൽ ഖുർആൻ തന്നെ നമ്മൾ ക്ഷമിക്കും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുന്നവൻ ധാരാളം മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. നല്ല വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ പീടിന് പുതിയത് കൊണ്ടുവരിക എന്നുള്ളതല്ല, നല്ല അലക്കിങ്ങാണ്ട് ഉപയോഗിക്കുന്ന വൃത്തിയുള്ള നല്ല വസ്ത്രം ധരിക്കുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കുക, അതൊക്കെ നല്ല കാര്യമാണ്. കാരണം ഖുർആൻ ഓതുന്ന സ്ഥലത്ത് റഹ്മത്തിൻ്റെ മലായിക്കത്തൊക്കെ വരും. അപ്പോൾ അവർക്കൊക്കെ നല്ല സുഗന്ധമുള്ള വാസനകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് സുഗന്ധം ഉപയോഗിക്കുക. പിന്നെ മിസ്വാക്ക് ചെയ്യുക. നമ്മൾ മാത്രം ഖുർആൻ ഓതുന്ന സ്ഥലത്ത് നല്ല ഓത്താണെങ്കിൽ, തെറ്റില്ലാതെ ഓതുന്ന നല്ല ഖിറാഅത്താണെങ്കിൽ അവിടെ റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ ധാരാളം വന്നിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നല്ല സുഗന്ധമൊക്കെ ഉപയോഗിച്ച് മിസ്വാക്കൊക്കെ ചെയ്ത് ഓതുക. പിന്നെ അർത്ഥം ആശയവും ചിന്തിക്കുക. അറിയുന്ന ആളുകൾക്കാണ് അത് പറയുന്നത്. അറിയുന്ന ആളുകൾ അർത്ഥവും ആശയമൊക്കെ ചിന്തിച്ച് ഓതുക. പിന്നെ ഖിബലക്ക് മുന്നിടുക, ശുദ്ധി ഉണ്ടായിരിക്കുക. നമ്മൾ നല്ല ശുദ്ധിയുള്ള രീതിയിലാണ് ഇത് ഓതേണ്ടത് എന്നർത്ഥം. പിന്നെ ശുദ്ധിയുള്ള സ്ഥലത്ത് വെച്ചായിരിക്കുക. നല്ല ശുദ്ധിയും വൃത്തിയും വെടുപ്പുള്ള സ്ഥലത്ത് വെച്ചാണ് നമ്മൾ ഖുർആൻ ഓതേണ്ടത്. അതുപോലെ തന്നെ ഭയഭക്തി ഉണ്ടായിരിക്കുക. അത് ഖുർആനുമാണ് ഓതുന്നത് എന്നുള്ളൊരു ഭയം നമ്മളെ ഉള്ളിൽ വേണം. അതല്ലാതെ ഒരായത്ത് ഓതുക, പിന്നെ ആരും വന്നാൽ അവരോട് കുറച്ച് സംസാരിക്കുക, അങ്ങനെയുള്ള ഒത്തൊന്നും പാടില്ല. ഇത് നമ്മൾ ഒരു ഇബാദത്താണ്. അത് നമ്മളെന്താക്കണം, അത് ആ ഭയഭക്തി തന്നെ കൊണ്ടുവരണം. അതിൻ്റെ ഇടയിൽ സംസാരിക്കുക, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുകയൊന്നും പാടില്ല. ഓതുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കുക. ഖിറാഅത്ത് തുടങ്ങുമ്പോൾ അഊദും ബിസ്മിയും ചൊല്ലുക. അപ്പോൾ ഓതുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കുക എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ എന്താണ്, ഓതുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഖിറാഅത്ത് തുടങ്ങുമ്പോൾ അഊദും ബിസ്മിയും ചൊല്ലുക. അവസാനിക്കുമ്പോൾ സ്വദഖത്തുല്ലാഹുൽ അലീം, അവസാനിക്കുമ്പോൾ സ്വദഖുല്ലാഹുൽ അലീം എന്ന് ചൊല്ലുക. തിലാവത്തിൻ്റെ സുജൂദിൻ്റെ സുജൂദ് ചെയ്യുക. ഇതെല്ലാം ഖുർആൻ ഓതുന്നതിൻ്റെ മര്യാദകളാണ്. പിന്നെന്താ ഈ പാഠത്തിൽ പറയുന്നത്, ബറാത്ത് അല്ലാത്ത എല്ലാ സൂറത്തുകളിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
ഒരു ആയത്താണ്. അതുകൊണ്ട് ബിസ്മി കൊണ്ട് തുടങ്ങണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബറാഅത്ത് സൂറത്തിൽ ഇങ്ങനെതാ പറയുന്നത്, ബറാഅത്ത് സൂറത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ ഹറാം. ബറാഅത്ത് സൂറത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ ഹറാമും ഇടയിൽ കറാഹത്തുമാണ്. ഇടയിലാകുമ്പോൾ നമുക്ക് ചിലപ്പം അറിയാതൊക്കെ ചിലപ്പോൾ നമ്മൾ ബിസ്മി ചൊല്ലും. അതുകൊണ്ടാണ് ഇടയിൽ കറാഹത്താണെന്ന് പറഞ്ഞാൽ, കറാഹത്ത് എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കലാണ് നല്ലത്. മനഃപൂർവ്വം നമ്മൾ എന്താക്കരുത്, ബിസ്മി ചൊല്ലരുത് എന്നർത്ഥം. അപ്പം തുടക്കത്തിൽ അങ്ങനെയല്ല, തുടക്കം കണ്ടാൽ അറിയാലോ നമ്മൾ ബറാഅത്ത് സൂറത്താണ് ഓതാൻ പോണത് എന്ന്. അവിടെ നമ്മൾ ബിസ്മി ചൊല്ലുക എന്നുള്ളത് കുറ്റകരമാണ്, ഹറാമാണ് എന്നാണ് പറയുക. അപ്പോൾ ഇത്രയും മര്യാദകളൊക്കെ പാലിച്ചു കൊണ്ടാണ് നമ്മൾ ഖുർആൻ തുടങ്ങേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രത്യേകമാക്കപ്പെട്ട ഗ്രന്ഥമാണ് ഖുർആൻ എന്ന്, ഇത്രയും മര്യാദകൾ പാലിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇത്രയും മര്യാദകൾ പാലിച്ചു കൊണ്ടേ ഖുർആൻ ഓതാൻ പാടുള്ളൂ. നമ്മൾ മറ്റുള്ള പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെ, പത്രങ്ങൾ വായിക്കുന്നത് പോലെ ഒരു രൂപത്തിൽ ഖുർആനിനെ വായിക്കാൻ പാടില്ല. അത് വായിക്കുന്ന സമയത്ത് നല്ല ശുദ്ധിയുള്ള സ്ഥലത്ത് വെച്ച് ഓതൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണമെന്നാണ് ഈ പാഠത്തിൽ നിന്നും നമുക്ക് മനസ്സിലായത്. മാത്രമല്ല ഖുർആൻ ഓതുന്നതിന് മര്യാദകൾ പാലിക്കണം, നിയമങ്ങൾ പാലിക്കണം. റുബ്ബ ഖാരിയിൽ ഖുർആനി വൽ ഖുർആനി യൽഅനുഹു എന്ന് പറഞ്ഞത് എത്രയോ ഓത്തുകാരുണ്ട്, അവർക്കെന്താണ്, അവരെ ഖുർആൻ ശപിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം രണ്ടർത്ഥമുണ്ട്. ഒന്ന്, അവർ തജ്വീദില്ലാതെ ഖുർആൻ ഓതുന്നതിൻ്റെ അതിലുള്ള കുറ്റകരമാണ്. ഇവിടെ പറഞ്ഞല്ലോ, നിയമങ്ങൾ പാലിക്കാതെ പാരായണം കുറ്റകരമാണ്. നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ തജ്വീദിൻ്റെ നിയമങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത്തരം നിയമങ്ങളൊക്കെ പാലിക്കാതെ ഖുർആൻ ഓതാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഖുർആൻ ഓതുന്ന ആളുകൾ തജ്വീദിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടും അത് പഠിച്ചുകൊണ്ടും ഓതൽ നിർബന്ധമാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള പാഠങ്ങളിൽ നമുക്ക് തജ്വീദിൻ്റെ നിയമങ്ങൾ പഠിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.